എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജ്യോതിശാസ്ത്രപരമായി വളരെയധികം മാറ്റങ്ങൾ നടക്കും. ജനുവരി 28 ശുക്ര സംക്രമണമാണ് അതിൽ പ്രധാനം. വളരെ ശുഭകരമായി കരുതപ്പെടുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ മാളവ്യ രാജയോഗം രൂപം കൊള്ളുന്നത് ഈ കാലയളവിലാണ്. ഇതൊരു സുപ്രധാന ഗ്രഹമാറ്റമായി കണക്കാക്കപ്പെടുന്നു. ജ്യോതിഷത്തിൽ ആഡംബരം, സ്നേഹം, സുഖസൗകര്യങ്ങൾ എന്നിവയുടെ കാരണഭൂതനായാണ് ശുക്രനെ അറിയപ്പെടുന്നത്. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്കാണ് ജനുവരിയിൽ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തിശാലിയുമായിരിക്കും ഈ മീനം രാശിയിൽ ശുക്രൻ. ശുക്രൻ്റെ മീനം രാശിയിലെ പ്രവേശനത്തിലൂടെ 2025 അതിഗംഭീര ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ചില നക്ഷത്രക്കാർ അഥവാ ചില രാശിക്കാർ ഉണ്ട്. ഇവർക്ക് ഈ വർഷം മുഴുവൻ ശുക്രൻ്റെ മംഗളകരമായ സ്വാധീനം അനുഭവത്തിൽ വരും. ഇവർക്ക് വർഷം മുഴുവൻ വളർച്ചയും അതുപോലെ തന്നെ സാമ്പത്തികവും സന്തോഷവും ലഭിക്കുന്നതായിരിക്കും. ശുക്രൻ തന്നെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ അനുകൂല സ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോഴോ ആണ് മാളവ്യ രാജയോഗം രൂപപ്പെടുന്നത്. മാളവ്യ രാജയോഗത്തിലൂടെ ഒരു വ്യക്തിയുടെ ആഡംബര ജീവിതം, ഐശ്വര്യം, സൗന്ദര്യ ഗുണങ്ങളും സ്നേഹഭാവങ്ങളും ഇവർക്ക് കൈവരുന്നതായിരിക്കും. ഇതിലൂടെ രാശികൾക്ക് വളരെയധികം മികച്ച അനുഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികമായ സമൃദ്ധിയും ഈ കാലയളവിൽ കൈവരിക്കുവാൻ സാധിക്കും. ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് അനുഭവത്തിൽ വരിക എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, അതുപോലെ തന്നെ മകയിരം ആദ്യ അരപാദം. ശുക്രന് ആധിപത്യമുള്ള ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ശുക്ര സംക്രമണത്തിലൂടെ ജീവിതത്തിൽ സത്ഫലങ്ങൾ തേടിവരും. സാമ്പത്തിക സ്ഥിരത ഇവർക്ക് നേടുവാനാകും. ഈ കാലയളവിൽ നടത്തുന്ന നിക്ഷേപങ്ങളെല്ലാം മികച്ച ഫലം നൽകും. കൂടാതെ ബന്ധങ്ങൾ ഊഷ്മളമാവുകയും അതുവഴി ഇവർക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം ആദ്യ കാൽഭാഗം, പൂയം, അതുപോലെ തന്നെ ആയില്യം. കർക്കിടകം രാശിയിൽ പിറന്നവർക്കും ശുക്ര സംക്രമണവും മാളവ്യ രാജയോഗവും അനുഭവത്തിൽ വരികയും കരിയറിലും വ്യക്തിജീവിതത്തിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ രാശിമാറ്റത്തിലൂടെ സർഗാത്മകമായ അവസരങ്ങളും ജോലിയിൽ ഉയർച്ചയും ഇവർ നേടും. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും അനുഭവപ്പെടും. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയുടെ അധിപനും ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ഉച്ചരാശിയിലെ ശുക്രൻ്റെ സ്വാധീനം അനവധി നേട്ടങ്ങൾ ഇവർക്ക് നൽകുന്നതായിരിക്കും. സമൂഹത്തിൽ ഇവർക്ക് സ്വീകാര്യത ഏറും. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കും. കരിയറിലും വളർച്ച കാണുവാനാകും. പ്രത്യേകിച്ചും ഭാവനാപരമായ ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും. ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും വളരെയധികം സന്തോഷം, ഐക്യം, സമാധാനം എന്നിവ ദൃശ്യമാകും. അടുത്തത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം, അതുപോലെ തന്നെ തൃക്കേട്ട. വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് പ്രണയം, സമ്പത്ത് എന്നീ മേഖലകളിലാണ് ശുക്രൻ്റെ സ്വാധീനം കൂടുതലായി അനുഭവപ്പെടുക. ചിലർ ഈ കാലയളവിൽ തൻ്റെ പുതിയ പങ്കാളിയെ കണ്ടെത്തും. ദമ്പതിമാർ അവർക്കിടയിൽ ബന്ധം കൂടുതൽ ശക്തമാകും. സാമ്പത്തികമായും ഗുണകരമായ സമയമാണ്.
നിക്ഷേപത്തിൽ നിന്നും വളരെയധികം ലാഭം ഉണ്ടാക്കുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. മകരം രാശിയിൽ ജനിച്ചവരും ശുക്ര സംക്രമണത്തിലൂടെ കരിയറിലും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും അഭിവൃദ്ധിപ്പെടുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വപ്നം കാണാനാകാത്ത ലാഭം വന്നെത്തും. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുന്നതും ഈ കാലയളവിൽ കാണുവാൻ സാധിക്കും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. മീനം രാശിയിൽ ജനിച്ചവർക്ക് മാളവ്യ രാജയോഗത്തിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നെത്തും. സാമ്പത്തിക വിജയം, വ്യക്തിപരമായ വളർച്ച, ആത്മീയ സൗഖ്യം എന്നിവയെല്ലാം ഈ കാലയളവിൽ അനുഭവിക്കുവാനാകും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.